ഈ കുംഭച്ചൂടിൽ ഒട്ടും തളരാതെ പീഡാനുഭവ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് പള്ളികളിലും ആരാധനാലയങ്ങളിലും വീടുകളിലും ഇരുന്ന് യേശുദേവനെ കുറിച്ച്, യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ധ്യാനിച്ചു കഴിയേണ്ട സിസ്റ്റർമാരും വൈദികരും അൽമായ സഹോദരങ്ങളുമാണ് ഇന്നിപ്പോൾ ഇവിടെ കലക്ടറേറ്റ് പടിക്കൽ വൃണിത ഹൃദയരായി എത്തിച്ചേർന്നിരിക്കുന്നത്. സ്നേഹവന്ദനം. സാധാരണ ഈ കലക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അത്യധികം ആവേശമാണ്. അതൊരു പ്രതികാരമുള്ള സംസാരങ്ങളും പ്രതിയോഗികളെ കീഴടക്കാനുള്ള ശക്തമായ വാക്ശരങ്ങളുമായാണ് ഈ കലക്ടറേറ്റ് പടിക്കൽ ഒത്തുകൂടാറുള്ളത്. പക്ഷേ പ്രിയരെ, ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുക, സഹോദരങ്ങളെ പോലെ നിങ്ങൾ കാണുക. ഈ മനോഭാവം ജീവിതകാലം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് കടന്നു പോകുന്ന കത്തോലിക്ക വിശ്വാസികൾ സമാധാനപരമായി നടത്തുന്ന ഒരു കലക്ടറേറ്റ് മാർച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സംഘാടകരുടെ പ്രതീക്ഷയിൽ നിന്നെല്ലാം കവിഞ്ഞുകൊണ്ട് ഈ അതിരൂപതയിലെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രോഗഗ്രസ്തനായി വിശ്രമത്തിലായിരിക്കുന്ന അഭിമന്യനായ CPCI പ്രസിഡന്റും തൃശൂർ അതിരൂപതയുടെ അമരക്കാരനും തൃശൂർ രൂപതയുടെ അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഈ യോഗത്തിന് നൽകിയിട്ടുണ്ട്. ഏതറ്റം വരെ പോയാലും ഈ നാടകം ഒരു കാരണവശാലും തൃശൂർ ജില്ലയിൽ അവതരിപ്പിക്കാൻ സമ്മതിക്കരുത് എന്നാണ് അഭിമന്യ പിതാവ് നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസികൾ ഞൊടിയിടയ്ക്കുള്ളിൽ 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വിശ്വാസികളെ പങ്കെടുപ്പിക്കാനും ഇവിടെ എത്തിച്ചേർക്കാനും മുന്നിട്ടിറങ്ങിയ എല്ലാ ബഹുമാനപ്പെട്ട ഫൊറോന വികാരിയച്ചന്മാർക്കും അതുപോലെ തന്നെ വൈദികർക്കും ഇവിടെ കൂട്ടത്തോടെ നിങ്ങളുടെ വേദന ഞങ്ങളാണ് പങ്കുവെക്കേണ്ടത്. ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്നേഹമത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ വിഷയത്തിലേക്ക് വളരെ ദീർഘമായി കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നു. ശത്രുക്കളെ നമ്മുടെ എനിക്ക് ശേഷം ഇവിടെ പ്രസംഗിക്കാൻ പലരുമുണ്ട്. അഭിമന്യനായ ടോണി നീലങ്കാവിൽ പിതാവ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, വളരെ ആവേശത്തോടു കൂടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ നാടകം കക്കുകളി എന്ന് പറയുന്ന നാടകത്തിന് ആധാരമായ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഇന്നലെ ദീപികയുടെ റെസിഡന്റ് എഡിറ്റർ സിജോ പൈനാടത്തുമായി ഉണ്ടായ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ നാടകവുമായി യാതൊരു ബന്ധവുമില്ല. ഈ നാടകം എഴുതിയവരെ അത് കെട്ടിച്ചമച്ചതാണ്, അത് അവരുടെ സ്വതന്ത്രമായ ആവിഷ്കാരമാണ്. അതുകൊണ്ട് ഈ നാടകത്തെ കുറിച്ച് എനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് നൊറോണ പണ്ട് പീലാത്തോസ് കൈകഴുകിയ പോലെ കൈകഴുകി നിൽക്കുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നാടകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പോയാൽ അതും വളരെ മ്ലേച്ഛമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ സിസ്റ്റർമാരെ, ഈ നാട്ടിലെ സന്യസ്തർ, ഈ നാട്ടിലെ വൈദികർ മാനസികമായി അവരെ തകർത്തുകൊണ്ട് ഈ ശക്തമായ ഒരു പ്രതിഷേധ സ്വരമാണ് ഇപ്പോൾ ഈ ഒരു ധർണയിലും നമുക്ക് ഒഴുങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനു വേണ്ടി നന്മ ചെയ്യുന്ന സന്യസ്തരെ അപമാനിക്കാൻ നോക്കിയാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്നൊരു കാര്യം തന്നെയാണ് ലാസ്റ്റർ മാസ്റ്റർ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, സംഘാടകരുടെ പ്രതീക്ഷകളെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെയാണ് ഈ ഒരു പ്രതിഷേധ റാലിയിൽ നമുക്ക് ഇന്ന് കാണുവാൻ സാധിച്ചത്. ഈ ഒരു കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ആ റോട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുകയാണ് സന്യസ്തരും അൽമായരും അടങ്ങുന്ന
വലിയൊരു വിഭാഗം. തീർച്ചയായും തൃശ്ശൂർ അതിരൂപതയിൽ മാത്രമല്ല, തൃശ്ശൂർ അതിരൂപതയുടെ പുറത്തുനിന്നുകൂടി ജനപങ്കാളിത്തം തന്നെ ഇതിലുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, ഒപ്പം തന്നെ തൃശ്ശൂർ അതിരൂപത ഈ ഒരു പ്രതിഷേധ റാലിയിൽ അതിരൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രൂപതയുടെ പുറത്തുനിന്നും നിരവധി പേർ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു പങ്കാളിത്തം തന്നെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട്, തങ്ങളുടെ വേദന അറിയിച്ചുകൊണ്ട്, തങ്ങളുടെ അമർഷം അറിയിച്ചുകൊണ്ട്, ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നടത്തുന്ന തോന്നിവാസങ്ങൾക്കെതിരെ തങ്ങളുടെ വേദനയും പ്രതിഷേധവും അറിയിച്ചുകൊണ്ട് ഇപ്പോൾ കളക്ടറേറ്റിൽ പ്രതിഷേധ നമുക്ക് വീണ്ടും കൊട്ടപ്പടി ഇടവക, ബ്രഹ്മക്കുളം ഇടവക, പാലയൂര്, തിരുവെങ്കിടം, മയിലത്തൂര്, അഞ്ഞൂര്, ആറ്റുപുറം തുടങ്ങി കാവ്യയുടെ തുടങ്ങി നിരവധി ഇടവകകളിലെ വിശ്വാസികളുള്ള ഇടവകക്കാരുള്ള ഒരു സ്ഥലമാണിത്. 7-8-10ഓളം കന്യാസ്ത്രീ മഠങ്ങൾ അവിടെയുണ്ട്. തൊട്ട് 10ഓളം കന്യാസ്ത്രീ മഠങ്ങളുണ്ട്. ലിറ്റിൽ ഫ്ലവർ കോളേജ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു കോളേജ് ഉണ്ട്. അനവധി ഹൈസ്കൂളുകളും UP സ്കൂളുകളുമുണ്ട്. ഈ സ്കൂളുകളും കോളേജുകളിലൊക്കെ ചേർന്ന് പഠിക്കുന്നവരാരാണ്? ഈ നാട്ടിലെ ഹൈന്ദവരുടെ മക്കള്, മുസൽമാന്റെ മക്കൾ, ഈ നാട്ടിലെ സകലജാതി മതത്തിൽപ്പെട്ടവരെയും ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിച്ച പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭയെയാണ് ഇതുപോലെയുള്ള നാടകങ്ങൾ കൊണ്ടുവന്ന് ക്ഷോഭിപ്പിക്കുന്നത്. ഒരു സിസ്റ്ററെ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, ഒരു ഹൈന്ദവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്റെ മകനെ നിങ്ങൾ കോൺവെന്റിൽ ചേർത്താൽ മാഷേ അത് സുരക്ഷിതമായി. കാരണം എന്താണെന്ന് അറിയാമോ? സ്കൂൾ വിട്ടിട്ട് പോലും നൂറുകണക്കിനുള്ള കുട്ടികളെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ അണിനിരക്കുന്നുണ്ടെങ്കിലും ഓരോ വാഹനത്തിലും കുട്ടികൾ കയറിപ്പോകുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കി ഗേറ്റിന് പുറത്ത് വന്ന് സ്വന്തം മാതാപിതാക്കള് പോലും ശ്രദ്ധിക്കാത്ത അത്രമാത്രം ലാളനയോടെ, അത്രമാത്രം സുരക്ഷിത ബോധത്തോടെ കുട്ടികളെ ബസ്സിൽ കയറ്റിവിട്ട് മാത്രം മഠത്തിലേക്ക് പോകുന്ന കന്യാസ്ത്രീകൾ ഈ നാടിന് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ കന്യാസ്ത്രീകൾ അപമാനിക്കുന്ന ഈ നാടകം ഞങ്ങൾ അവതരിപ്പിക്കുകയില്ല എന്ന് ഖണ്ഡിതമായി ഇവിടെ പറയുകയാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഭരണാധികാരികളോടുള്ള വെല്ലുവിളിയായി ആരും കാണേണ്ടതില്ല. ഇത് ഞങ്ങൾ വളരെ സമചിത്തതയോടെ, വികാരത്തിന്റെ അണപൊട്ടി ഒഴുകുന്ന വാക്കുകളല്ല ഇത്, വളരെ സമചിത്തതയോടുകൂടി, വളരെ ആലോചിച്ചുകൊണ്ട് അഭിമന്യ പിതാവിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ നടത്തുന്ന സമരങ്ങൾ ഒരിക്കലും അക്രമത്തിലേക്ക് തിരിയുകയില്ല. ഗുരുവായൂർ സർഗോത്സവത്തിൽ നാടകം കൊണ്ടുവന്നപ്പോൾ മുനിസിപ്പൽ ചെയർമാനോട് പറഞ്ഞു, ഈ നാടകം അവതരിപ്പിക്കരുത്, ഇത് ഞങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നതാണ്. ഇതൊരു വർഗീയ സംഘടനത്തിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, മറിച്ച് ഈ നാട്ടിലെ സിസ്റ്റർമാരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചൊറിഞ്ഞ് പുണ്ണാക്കി മാറ്റുന്നത്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് വിനീതമായി ചെയർമാനോട് ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ നാടകം വളരെ പുരോഗമനപരമായ നാടകമാണ്, ഈ നാടകത്തിൽ വലിയ വലിയ ആശയങ്ങളുണ്ട്, അത് ജനങ്ങൾ കാണട്ടെ. ആരാണ് ജനങ്ങൾ എന്ന് പറയുന്നവര്? അവിടെ ഒന്നിച്ചു കൂടുന്ന ഹൈന്ദവരും മുസൽമാന്മാരും. ക്രിസ്ത്യാനികൾ എത്ര പേരാണ് ഈ സർഗോത്സവത്തിൽ പോകും? അപ്പൊ അവരുടെ മുൻപിൽ കന്യാസ്ത്രീകളെ താറടിച്ചു കാണിക്കാൻ, ക്രൈസ്തവ സഭയെ അപമാനപ്പെടുത്താൻ ഉള്ള തക്കം പാർത്തുകൊണ്ട് നടത്തിയ ഈ നാടകം പിൻവലിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടെങ്കിലും അത് പിൻവലിച്ചില്ല. ഞങ്ങൾ കുറച്ചു പേരാണെങ്കിലും ഞങ്ങൾ ചെന്ന് അവിടെ പ്രതിഷേധം പറഞ്ഞു, ഞങ്ങൾ അവിടെ യോഗം ചേർന്നു, ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നു, പക്ഷേ വാക്കാൽ പെട്ടെന്നുണ്ടായ പരിപാടി ആയതുകൊണ്ട് വാക്കാൽ അനുമതി ഉണ്ടായുള്ളൂ. വാക്കാൽ അനുമതി മാത്രമേ വാങ്ങിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 16 പേരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ഞങ്ങളെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഡയോക്ലറ്റിന്റെ വാളിന് മുമ്പിൽ ശിരസുയർത്തിയ സഭാമക്കളാണ്. റോമയിലെ കൊളോസിയത്തിന്റെ മുന്നിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ മുന്നിലേക്ക് അലറുന്ന സിംഹത്തിന്റെ മുന്നിൽ സിംഹം കടന്നു വരുമ്പോൾ എന്റെ വിശ്വാസം ഞാൻ കൈവിടുകയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ശരീരത്തിലെ മാംസങ്ങൾ പിച്ചു ചീന്തുന്ന മൃഗത്തിന്റെ മുമ്പിൽ പറഞ്ഞ പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭയാണ് പറയുന്നത്, ഞങ്ങൾ എത്രമാത്രം പീഡിപ്പിച്ചാൽ, ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾ പിന്മാറുകയില്ല. സഭ സഭയാണ്, സഭ വിജയസഭയാണ്, സഭ സമരസഭയാണ്. അപ്പൊ സഹനത്തിലൂടെ സമരത്തിലൂടെ സഭ വിജയിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരം ഏതറ്റം വരെ പോകണമെങ്കിലും ഞങ്ങൾ പോകും. ഇപ്പൊ പലയിടത്തും ആലിളകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾ
നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ബഹുമാന്യനായ ധർണയിൽ പങ്കെടുക്കുകയാണ്. മുഖ്യമന്ത്രി, ഇത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടന്വേഷിച്ചു വരും. അന്ന് ഉണക്കാനും സെമിനാരി പറമ്പുകളിൽ ഉണക്കാനിട്ടിരിക്കുന്ന വൈദികരുടെ ലോകം കാണുമ്പോ, ഉണക്കാനിട്ടിരിക്കുന്ന കന്യാസ്ത്രീകൾ ഉടുപ്പ് കാണുമ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാല വിഭ്രാന്തിയോടുകൂടി നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ, ഇത് ജീവനുള്ള കന്യാസ്ത്രീകളാണ് പറയുന്നത്, ജീവനുള്ള വൈദികരാണ് പറയുന്നത്, ജീവനുള്ള വിശ്വാസികളാണ് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വരും, ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പൊതുസമൂഹത്തോട് പറയും. ഈ വേദന ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. എത്രയും വേഗം ഈ നാടകം നിരോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടപടിയെടുക്കണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തൃശൂർ ഈ നാടകം അവതരിപ്പിച്ചപ്പോ ഇതൊക്കെ മുഴുവൻ സമയം കണ്ട സാംസ്കാരിക മന്ത്രി ആ നാടകത്തിൽ അഭിനയിച്ച കുട്ടികളെ, എന്താ അഭിനയം, ഒരു സ്ത്രീയുടെ അടിവസ്ത്രം ഊരിയെടുത്ത് സ്റ്റേജിലേക്ക് ഇങ്ങനെ നിറഞ്ഞാടുക, ഒരു അയ കെട്ടി നിറയെ അടിവസ്ത്രങ്ങൾ അലക്കാനിടുക, ഇതൊക്കെയാണ് ഒരു നാടകം. അങ്ങനെ നാടകം കളിച്ച കുട്ടികളെ അഭിനന്ദിക്കാൻ ഈ കേരളത്തിലൊരു മന്ത്രി കയറി വന്ന് അഭിനന്ദിച്ചു എന്ന് പറഞ്ഞാൽ ഈ മന്ത്രി എത്രമാത്രം തരം താണിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കും. എന്റെ പ്രിയ, വോട്ട് തരണേ എന്ന് പറഞ്ഞ് സ്ഥലകാരെ ഈ നാടകം അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ പ്രാർത്ഥനയോടും, പ്രാർത്ഥന മാത്രം പോരാ, പ്രാർത്ഥനയോടും ആത്മധൈര്യത്തോടും അതുപോലെ തന്നെ അത്യധികം വേദനയോടും കൂടി നമ്മൾ മുന്നോട്ട് വന്നാൽ ഈ നാടകം നിരോധിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ ഹൃദയപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ക്രൈസ്റ്റ്. താങ്ക് യു. ഈ മാർച്ചിനെ